Hello students, welcome to GST part 26. Registration of special category of persons. Registration of person required to deduct TDS or TCS. As per CGST Rule 12, any person required to deduct tax in accordance with the provisions of Section 51 or Section 52 shall electronically submit an application duly signed or verified through electronic verification code in form GST REG 07 for the grant of registration through the common portal, either directly or through a facilitation center notified by the Commissioner. CGST റൂൾ 12 TDS അല്ലെങ്കിൽ TCS കളക്ട് ചെയ്യാനായിട്ട് ലയബിൾ ആയിട്ടുള്ള പേഴ്സണിൻ്റെ രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 51 പ്രകാരം TDS ഡിഡക്റ്റ് ചെയ്യാനായിട്ട് ലയബിൾ ആയിട്ടുള്ള പേഴ്സൺ, അതുപോലെ സെക്ഷൻ 52 പ്രകാരം TCS കളക്ട് ചെയ്യാനായിട്ട് ലയബിൾ ആയിട്ടുള്ള പേഴ്സൺ, ഇവർ GSTയിൽ സെപ്പറേറ്റ് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യണം. കോമൺ പോർട്ടൽ വഴിയായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഫോം GST REG 07 എന്ന ഫോമിലാണ് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഫോം സൈൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് വഴി വെരിഫൈ ചെയ്തതായിരിക്കണം. ആപ്ലിക്കൻറ്റിന് നേരിട്ട് കോമൺ പോർട്ടൽ വഴി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ കമ്മീഷണർ നോട്ടിഫൈ ചെയ്യുന്ന ഫെസിലിറ്റേഷൻ സെൻറ്റർ വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. എ പേഴ്സൺ അപ്ലൈയിങ് ഫോർ രജിസ്ട്രേഷൻ ടു ഡിഡക്ട് ഓർ കളക്ട് ടാക്സ് ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി വെയർ ഹി ഡസ് നോട്ട് ഹാവ് എ ഫിസിക്കൽ പ്രസൻസ് shall mention the name of the state or union territory in part A of the application in form GST REG 07 and mention the name of the state or union territory in part B thereof in which the principal place of business is located, which may be different from the state or union territory mentioned in part A. രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന പേഴ്സൺ TDS ഡിഡക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ TCS കളക്ട് ചെയ്യാനായിട്ട് ലയബിൾ ആയിട്ടുള്ള പേഴ്സണാണ്. ഏത് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഏത് യൂണിയൻ ടെറിട്ടറിയിലാണോ രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്, ആ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിൽ ആ പേഴ്സണ് ഫിസിക്കൽ പ്രസൻസ് ഇല്ല എങ്കിൽ ഫോം GST REG 07 എന്ന ഫോമിൻ്റെ പാർട്ട് എയിൽ ഏത് സ്റ്റേറ്റിലാണ് ഫിസിക്കൽ പ്രസൻസ് ഉള്ളത് എന്ന് മെൻഷൻ ചെയ്തിരിക്കണം. ഫോം GST REG 07 പാർട്ട് എയിൽ മെൻഷൻ ചെയ്ത സ്റ്റേറ്റിൽ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിൽ അല്ല ആ പേഴ്സണിൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് എങ്കിൽ പാർട്ട് എയിൽ പറഞ്ഞ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ
യൂണിയൻ ടെറിട്ടറിയിൽ അല്ല ആ പേഴ്സൻ്റെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് എങ്കിൽ പാർട്ട് ബി ഫോമിൽ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യേണ്ടതാണ്. The proper officer may grant registration after due verification and issue a certificate of registration in form GST REG 06 within a period of 3 working days from the date of submission of the application. ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രോപ്പർ ഓഫീസർക്ക് രജിസ്ട്രേഷൻ കൊടുക്കാവുന്നതാണ്. രജിസ്ട്രേഷൻ അനുവദിക്കുന്നതിന് മുമ്പായിട്ട് ആവശ്യമായ വെരിഫിക്കേഷനൊക്കെ പ്രോപ്പർ ഓഫീസർ നടത്തിയിരിക്കണം. അതിന് ശേഷമാണ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യുന്നത്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് GST REG 6 എന്ന ഫോമിലാണ്. Where upon an inquiry or pursuant to any other proceedings under the Act, the proper officer is satisfied that a person to whom a certificate of registration in form GST REG 06 has been issued is no longer liable to deduct tax at source under section 51 or collect tax at source under section 52. The said officer may cancel the registration issued under subrule 2 and such a cancellation shall be communicated to the said person electronically in form GST REG 08, provided that the proper officer shall follow the procedure as provided in Rule 22 for the cancellation of registration. രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ ലഭിച്ച് 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രോപ്പർ ഓഫീസർ രജിസ്ട്രേഷൻ അനുവദിക്കുന്നു. ഫോം GST REG 06 എന്ന ഫോമിലാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. എന്നാൽ രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു എൻക്വയറിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ GST ആക്ട് പ്രകാരമുള്ള എന്തെങ്കിലും ലീഗൽ പ്രൊസീഡിങ്സിന്റെ ഭാഗമായിട്ട് പ്രോപ്പർ ഓഫീസർക്ക് ബോധ്യപ്പെടുകയാണ് ഈ രജിസ്ട്രേഷൻ എടുത്ത പേഴ്സൺ സെക്ഷൻ 51 പ്രകാരം ടാക്സ് ഡിഡക്റ്റ് ചെയ്യാനായിട്ടോ സെക്ഷൻ 52 പ്രകാരം ടാക്സ് കളക്ട് ചെയ്യാനായിട്ടോ ലയബിൾ അല്ല. ആ സാഹചര്യത്തിൽ പ്രോപ്പർ ഓഫീസർക്ക് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്ന വിവരം ആ പേഴ്സണോട് ഇലക്ട്രോണിക്കലായിട്ട് ഫോം GST REG 08 എന്ന ഫോമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ രജിസ്ട്രേഷൻ കൊടുത്ത സമയത്ത് ആ പേഴ്സൺ TDS അല്ലെങ്കിൽ TCS ഡിഡക്റ്റ് ചെയ്യാനായിട്ട് ലയബിൾ ആയിട്ടുള്ള ആളായിരിക്കാം. എന്നാൽ പിന്നീട് ആ പേഴ്സൺ TDS കട്ട് ചെയ്യാനോ TCS കളക്ട് ചെയ്യാനോ ലയബിൾ അല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസർക്ക് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്.
രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്ന വിവരം GST REG 08 എന്ന ഫോമിലാണ് രജിസ്ട്രേഷൻ എടുത്ത പേഴ്സണോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. കോമൺ പോർട്ടൽ വഴിയായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. റൂൾ 22 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത്. റൂൾ 22 പറയുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ ഈ കേസിലും പ്രോപ്പർ ഓഫീസർക്ക് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. Thank you for watching this video.